ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് CJP നടത്തിയിട്ടുള്ള സമരങ്ങളിൽ വലിയ തോതിലുള്ള പിന്തുണയാണ് ലഭിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഭക്ഷണം നൽകുന്നതിനും വൈദ്യസഹായമടക്കം നൽകുന്നതിനും വിവിധ സംഘടനകൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത് എല്ലാ സമരവേദികളെയും കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ചേർന്ന് അടിച്ചമർത്തുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ എത്തുന്ന സമരക്കാർക്ക് വൈദ്യസഹായം നൽകുന്ന ഒരു മേഖലയാണ്. ഇന്നലെ നമ്മളിവിടെ കണ്ടത് ഈ മേഖല പൂർണ്ണമായും ഡൽഹി പോലീസ് ഒഴിപ്പിക്കുകയായിരുന്നു. അപ്പോൾ കൃത്യമായി തന്നെ ഈ മരുന്നുകളും അത്തരം സംഭവങ്ങളൊക്കെ തന്നെയും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ സംഘങ്ങൾക്ക് പുറത്തു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ CJP ഇപ്പോൾ സമരം കടുപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ വൈദ്യസഹായം അടക്കം നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെയും ഫാർമാസിസ്റ്റുകളുടെയും ലാബ് ടെക്നീഷ്യന്മാരുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായങ്ങൾ തേടിക്കൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്. മരുന്നുകൾ നൽകുന്നുണ്ട്, ORS നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുറിവേറ്റ ആളുകൾക്ക് അതിൻ്റെ ഡ്രസ്സിങ് ഇവിടെയുള്ള ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പിന്തുണ വീണ്ടും ഇത്തരത്തിൽ ഈ സമരക്കാർക്ക് ഈ സംഘടനകൾ നൽകുന്നു എന്നുള്ളതാണ്. ഈ വൈദ്യസഹായം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്നദ്ധ സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ സമരപ്പന്തൽ അത് സജീവമാവുകയാണ്. അതോടൊപ്പം തന്നെ വൈദ്യസഹായം അടക്കം നൽകാൻ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവിടെയൊക്കെ തന്നെയും ഈ ഡോക്ടർമാർ അവരുടെ വസ്തുക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വിവിധ സംഘടനകൾ അതോടൊപ്പം തന്നെ രാജ്യതലസ്ഥാനത്തുള്ള വിവിധ ഫാർമസിസ്റ്റുകളും അതോടൊപ്പം തന്നെ ഫാർമസികളും ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സഹായം ഇവിടെ നൽകുന്നത്. എന്തായാലും ഈ സമരപ്പന്തൽ വീണ്ടും സജീവമാവുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മെഡിക്കൽ സംഘങ്ങളും ഭക്ഷണമടക്കം നൽകുന്ന സംഘടനകളും ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള സമരം ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്നും അമൽ ജോണിനോടൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.